അപ്പൊ ക്രിസ്മസ് എക്സാമിന് AC എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എന്തായാലും ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റൻ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗത്തേക്ക് നമ്മൾ പോണേ. ട്രാൻസ്ഫോമർ എന്താണ് ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ ഡിവൈസ് യൂസ് ടു റേസ് ഓർ ലോവർ AC വോൾട്ടേജ് ഇസ് കോൾഡ് ട്രാൻസ്ഫോമർ എന്നാണ് നമ്മൾ പറയുക. അപ്പൊ ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ടാവും, ഇതിന്റെ ചുറ്റും എന്താണ് ഒരു പ്രൈമറി സൈഡ് ഉണ്ട്, ഒരു സെക്കൻഡറി സൈഡ് ഉണ്ട്, ഇവിടെയൊക്കെ വൈൻഡിങ്സ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇതാണ്, ഈ സൈഡിൽ പ്രൈമറിയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് NP കൊണ്ട് സൂചിപ്പിച്ചത്, ഇവിടുത്തെ വോൾട്ടേജ് ആണ് പ്രൈമറി വോൾട്ടേജ് ആണ് VP കൊണ്ട് സൂചിപ്പിച്ചത്, ഇവിടെയുള്ള കറണ്ട് ആണ് IP കൊണ്ട് സൂചിപ്പിച്ചത്, ഇവിടെയുള്ള ടേൺസിന്റെ എണ്ണാണ് NS, ഇവിടെയുള്ള വോൾട്ടേജ് ആണ് VS, ഇവിടെയുള്ള കറണ്ട് ആണ് IS. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് VS ബൈ VP, വോൾട്ടേജ് ഇൻ ദ സെക്കൻഡറി ബൈ വോൾട്ടേജ് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി ബൈ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി ഈസ് ഈക്വൽ ടു കറണ്ട് ഇൻ ദ പ്രൈമറി ബൈ കറണ്ട് ഇൻ ദ സെക്കൻഡറി. ഇത് വെച്ചിട്ട് നമുക്ക് ഒരു ന്യൂമറിക്കൽ എന്തായാലും എക്സ്പെക്ട് ചെയ്യാം. സോ ഒരു ക്വസ്റ്റൻ ആണ്, എ ട്രാൻസ്ഫോമർ ഹാസ് 100 ടേൺസ് ഇൻ ദ പ്രൈമറി, സോ NP ആണ് തന്നിട്ടുള്ളത് 100, പിന്നെന്താണ് ആൻഡ് 100 turns in the secondary, so NS ആണ് നമുക്ക് തന്നത് എത്രയാണ് 1000. Okay, if the voltage in the primary is 23 volts, so VP is equal to 23. നിങ്ങൾ കാണേണ്ട എന്താണ്, സെക്കൻഡറി വോൾട്ടേജ് VS ആണ് കാണേണ്ടത്. സോ കഴിഞ്ഞില്ലേ, NS by NP is equal to VS by VP അല്ലേ, VS by VP അല്ലേ. സോ ഇതങ്ങ് എഴുതിയാൽ മതിയോ, VS is equal to NS by NP 1000 by 100 into VP വരും. VP എത്രയാ 23. സോ ആൻസർ എത്രയാണ് വരിക 230 വോൾട്ട് വരും. ഓക്കെ.